ഇത് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മാം. എന്തിനാ കരയുന്നത്? അയ്യോ ഓക്കെ മാം. മാം I'm so sorry, Sita. I can't control my emotion. I'm sorry for everything. മാം, എന്നോട് എന്തിനാ നിങ്ങൾ സോറി പറയുന്നേ? ഞാനും എന്റെ റാമു എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മൂലം അകന്നു പോയി. അവൻ എന്റെ കൂടെ ഇല്ലാതായപ്പോ എന്തുമാത്രം മാറിയെന്നറിയോ ഞാൻ. ഐ സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് മൈസെൽഫ്. എല്ലാവരോടും റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരോടും ഭയങ്കര ദേഷ്യമായിരുന്നു. ഒരു തരം കയർത്ത് സംസാരിക്കാന്നൊക്കെ പറയില്ലേ, അതെനിക്ക് ശീലമായി പോയി. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നിക്കാണില്ലേ? ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണെന്ന്. ഞാനും പിന്നെ അതൊക്കെ റിയലൈസ് ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല, ഞാൻ അത്രയ്ക്ക് ദുഷ്ടല്ല എന്ന്. ഞാനും അതെ, എല്ലാവരെയും പോലെ ഒരു നോർമൽ പെണ്ണ. റാമിനും എനിക്കും ഇടയിലുള്ള സെപ്പറേഷൻ എന്നെ ഇങ്ങനെ മാറ്റി കളഞ്ഞു. മാം പ്ലീസ് സമാധാനമായിട്ടിരിക്കുക, എനിക്ക് മനസ്സിലാവും. നമ്മുടെ കൺമുന്നിലുള്ള ഒരു സ്നേഹം നമുക്ക് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോ ആ വേദന എത്രയാകുമെന്ന് സീതയ്ക്ക് മനസ്സിലാവില്ലേ? റാം എന്റേതായിരുന്നു. അവൻ എന്നെ എത്രമാത്രം ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? റാമിന്റെ പ്രപഞ്ചം തന്നെ ഞാനായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ അവന്റെ ആരും അല്ല എന്നുള്ള പോലെ പെരുമാറുന്നു. റാമില്ലാതെ ഞാൻ ജീവിച്ച ഓരോ നിമിഷവും ഞാൻ അവന്റെ ഓർമ്മയിലാ ജീവിച്ച്. ഇപ്പൊ ഇതൊക്കെ എന്നെ എത്രത്തോളം വേദനിപ്പിക്കോ? ആരുടെയെങ്കിലും അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ട് എനിക്ക്. സീത, ഓൺ ദിസ് വുമൺ ഡേ ആസ് എ വുമൺ മറ്റൊരു സ്ത്രീയോട് ഞാൻ ചോദിക്കുവാണ്. ഇത് ഞാൻ വെറുതെ ചോദിക്കുന്നതല്ല. എന്റെ സ്റ്റാറ്റസ്, എന്റെ പൊസിഷൻ, എന്റെ ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്. റാമിനെ എനിക്ക് വേണം സീത. എന്നെ ജീവനായി കണ്ട് സ്നേഹിക്കുന്ന എന്റെ റാമിനെ എനിക്ക് തിരിച്ചു വേണം. സീത, എനിക്ക് എന്റെ റാമിനെ തിരിച്ചു ലഭിക്കില്ലേ? എനിക്ക് റാമിനും ഒരുമിച്ച് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് റാമില്ലാത്ത ഒരു ലൈഫ് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല സീത. എനിക്ക് എന്റെ റാമിനെ വേണം. റാമിനെ എനിക്ക് വേണം സീത. ഹലോ. എടാ എടാ നീ എവിടെയാണ്? പുറത്തു നോക്കുമ്പോ നീയും ഇല്ല, നിന്റെ കാറും ഇല്ല. എന്താ ഇത്ര നേരം വിളിച്ചെടുക്കാത്തെ? ഞാനൊന്ന് പുറത്തേക്ക് വന്നാ, കുറച്ച് ഞാൻ തിരിച്ചു വിളിക്കാം. അതല്ലടാ, അറ്റ്ലീസ്റ്റ് എന്നോട്. അശോക പ്ലീസ്, ഐ ആം ആബ്സൊല്യൂട്ട്ലി ഫൈൻ ഡാ. നീ കുറച്ചു നേരം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വിട പ്ലീസ്. പ്ലീസ് ഡാ. ശരി, കെയർഫുൾ. ബൈ. എന്റെ തെറ്റാ.
ചാന്ദിനി ഓഫീസിലോട്ട് തിരിച്ചു വന്ന കാര്യം ഞാൻ റാമിനോട് പറയണമായിരുന്നു. ശ്ശേ. ആ ചാന്ദിനി വന്നത് എന്തായാലും നന്നായെന്ന് തോന്നുന്നു. ആ ചാന്ദിനി വന്ന ശേഷം റാമിന്റെ ലൈഫിൽ എത്രമാത്രം ഡിസ്റ്റർബ് ഉണ്ടായെന്ന് മനസ്സിലായിട്ടെങ്കിലും സീത ചിലപ്പോൾ റാമിന്റെ മനസ്സ് മനസ്സിലാക്കിയേക്കും. രണ്ടാളും ചിലപ്പോൾ ഒന്നായേക്കും. സീത, ഇതെന്ത് പറ്റി? നീ വീട്ടിലേക്ക് പോവാണോ? വല്ലാത്തൊരു തലവേദന പോലെ. വീട്ടിലേക്ക് പോട്ടെ. ആർ യു ഓക്കേ? സീത, എവിടെ അമ്മേ? എവിടെയാണെങ്കിലും അമ്മയെ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ മിസ്സിംഗ് യു സോ മച്ച് അമ്മ. ഇരുട്ട് വീണ വഴിയിൽ ഒറ്റപ്പെട്ടു പോയതുപോലെയുണ്ട്. ചാന്ദിനിയെ കംപ്ലീറ്റ്ലി ഞാൻ മറന്നതായിരുന്നു. പക്ഷെ അവള് വീണ്ടും തിരിച്ചു വന്നിരിക്കെ. സീതയോട് ഞാനിനി എന്താണ് അമ്മ പറയുക? എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അമ്മേ. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ്. ഈ റോസ് റാമിന് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തിനാ വാങ്ങിയേ? ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവന്റെ സ്നേഹം അവന്റെ ലൈഫിലേക്ക് വരുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കണമായിരുന്നു. പക്ഷേ ചാന്ദിനി മാമിനെ റാമിന്റെ കൂടെ കണ്ടപ്പോ ഞാൻ എന്തിനാ വിഷമിച്ചത്? ആ വിഷമം മറച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു ചാന്ദിനി മാം നിങ്ങളുടെ കുട്ടിയല്ലേന്ന് ഞാൻ റാമിനോട് ചോദിച്ചത്. അത് ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ അല്പം പോലും സന്തോഷമില്ലായിരുന്നു. അത് തെറ്റല്ലേ? ചാന്ദിനി മാം അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോ ഒരു പേരിന് വേണ്ടി ഞാൻ ആശ്വസിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? എന്താ ഇതൊക്കെ? I didn't expect this, Amma. I didn't expect. ആ ചാന്ദിനിയെ ഞാൻ പൂർണ്ണമായും മറന്നതായിരുന്നു. അവളുടെ ഓർമ്മ പോലും വന്നിരുന്നില്ല. പക്ഷെ അവൾ തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സീതയോട് എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാനും കഴിയുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. എവിടെ അമ്മേ? ഒരേ ഒരു തവണ വാ, എന്നെ ഒന്ന് മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കാമ്മ. ഇന്നെന്ത് പറ്റി? എന്നെ വിളിച്ച് കാണണമെന്ന് പറയാൻ മാത്രം. എനിക്ക് തന്റെ ഹെൽപ്പ് വേണം. ഹെൽപ്പോ? നിനക്ക് വേണ്ടി ഞാൻ ആഞ്ജനേയനെ പോലെ ആ പർവ്വതം മുഴുവൻ പറിച്ചുകൊണ്ട് വരാൻ വരെ തയ്യാറാ. ഹെൽപ്പ് എന്നൊക്കെ എന്തിനാ പറയുന്നേ? നീ എപ്പോഴും എന്നോട് ഇങ്ങനെ പോകൂ, വരൂ, നിങ്ങള്, താങ്കള് എന്നൊക്കെ പറയാൻ നിൽക്കുന്ന എന്തിനാ? എനിക്കെന്തോ ഒരു ഡിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്യുന്നു. റാമിനോടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് എടാ വാടാന്നൊക്കെ പറയുമല്ലോ. ഞാനാണെങ്കിലോ നിന്റെ ഭാര്യയാകാൻ പോകുന്ന ആളാ. എന്നെ വേണമെങ്കിൽ എടാന്നോ വാടാന്നോ ഡ്യൂഡെന്നൊക്കെ വിളിച്ചോ. ഐ ഡോണ്ട് മൈൻഡ്. കണ്ടോ, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി, അതെല്ലാം മറന്നുപോകും. നീ ടെൻഷൻ മറക്കാറുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് അങ്ങ് മറക്കാറുണ്ടല്ലോ. ഇപ്പൊ ഞാനങ്ങ് പറഞ്ഞല്ലേ ഉള്ളൂ ബഹുവചനം ഉപയോഗിച്ച് സംസാരിക്കണ്ടാന്ന്. ഓൾറെഡി നിങ്ങള്, താങ്കള്, ആങ്ങളെന്നൊന്നും പറയാൻ നിൽക്കണ്ടാന്ന്. എന്ത് ചെയ്യാന്, കുറെ വർഷമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച ശീലമായില്ലേ. പെട്ടെന്ന് ഒരു ദിവസം പോടി വാടി എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറച്ച് കഷ്ടമായിരിക്കും. ആയിക്കോട്ടെ, നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. എനിക്ക് ചാന്ദിനിയെ കുറിച്ച് തന്നോട് പറയണമായിരുന്നു. എന്ത്? നിങ്ങൾ അവളുടെ കാര്യമൊന്നും എന്നോട് വന്ന് പറയണ്ട. അവള് നിങ്ങൾക്ക് പഴയ ഫ്രണ്ട് ആയിരിക്കും. പക്ഷെ എനിക്ക് അവളുടെ നിഴല് കാണുന്ന പോലും ഇഷ്ടമല്ല. എന്നാ എനിക്ക് വേണ്ടി അതേ ചാന്ദിനിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം. എന്ത് എന്ത് എന്ത്? നടക്കില്ല. കഥം ടാറ്റ ബൈ ബൈ. അതെ അതെ അതെ, ഇപ്പോഴല്ലേ പറന്നുപോയി സഞ്ജീവനി പർവ്വതം വരെ പറിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരാളെ സ്നേഹിക്കാൻ പോലും കഴിയില്ല തനിക്ക്. ഇത്രേ ഉള്ളോ തനിക്ക് എന്നോടുള്ള പ്രണയം? നോക്ക്, എനിക്കോ ചാന്ദിനി ഒട്ടും ഇഷ്ടമല്ല. ചാന്ദിനി എന്തോ ഉദ്ദേശത്തോടു കൂടിയാ വന്നത്. റാമിനോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല. റാമും സീതയൊക്കെ ഒന്ന് ക്ലിയറായി വന്നതാ.
ഇനിയിപ്പോ രാമ സീതയെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാ മതി എന്ന് കരുതുമ്പോഴാ ചാന്ദിനിയുടെ വരവ്. എന്ത് ഇതിനർത്ഥം? എന്ത് 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 ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. റാമിന്റെയും സീതയുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ശരി തന്നെ. പക്ഷേ റാമ പോയി സീതയോട് എന്തോ പറയാനിരിക്കുകയാണെന്ന് പറഞ്ഞില്ല. അതെന്താ? എനിക്ക് മനസ്സിലായില്ല. തനിക്ക് എന്താ തോന്നുന്നേ? റാമിന്റെ കണ്ണില്, അവന്റെ മൗനത്തില് സീതയോട് അവൻ കാണിക്കുന്ന സ്നേഹം സീത ഇതുവരെ കണ്ടിട്ടില്ല. തനിക്കും മനസ്സിലാവില്ലേ? റാമു വാ തുറന്ന് പറയില്ല, സീത മനസ്സിലാക്കുകയില്ല. അവർക്ക് രണ്ടാൾക്കിടയില ചാന്ദിനി ഇപ്പൊ കയറി വന്നത്. എനിക്ക് തല പെരുക്കുന്നുണ്ട്. അല്ല, സീതയുടെ റാമിന്റെ ഇടയിൽ ഞാൻ മൂന്നാമത് ഒരാളാ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? അറ്റ്ലീസ്റ്റ് ഈ ചാന്ദിനിയെങ്കിലും അവരുടെ ഇടയിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുമോ നോക്കുക. ഇപ്പൊ എന്തെങ്കിലും പിടികിട്ടിയോ? റാം സീതയെ ലവ് ചെയ്യുന്നുണ്ടെന്നോ? ഐ മീൻ സോറി, റാം സാർ. ഓ മൈ ഗോഡ്, ഇതൊരു സന്തോഷ വാർത്തയല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷം. എന്താ നേരത്തെ പറയാതിരുന്നേ? ഞാൻ സീതയോട് പറയട്ടെ. ദയവ് ചെയ്ത് ഈ ഒറ്റൊരു കാര്യം ചെയ്യ് പ്ലീസ്. എന്തിന്? നോക്ക്, സീതയോട് ഇത് പറഞ്ഞ തന്നെ പോലെ ഇത് സന്തോഷിക്കില്ല. സീതയ്ക്കൊരു മകളും ഉണ്ട്. ഒരു കുട്ടിയുടെ അമ്മയായിട്ടിരിക്കുമ്പോൾ ഒരു പ്രണയം, പ്രേമം, അതുകൂടാതെ താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ബോസ് തന്നെ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യം അയാൾക്ക് ഇഷ്ടമല്ല. ആൻഡ് മോർ ഓവർ ഇത് റാമിന്റെ ഫീലിങ്സ്. അവൻ പറഞ്ഞാൽ അത് ശരിയാവൂ. അതും ശരിയാ. എന്നിട്ട് റാം എന്താ ഇതുവരെ ഇത് പറയാത്തത്? അതെനിക്കും അറിയില്ല. പക്ഷെ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യണം. ഇപ്പൊ റാമിനെയും സീതയെയും നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരെ ഹെൽപ്പ് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ഈ കാര്യം കേട്ടപ്പോ ഒരുപാട് സന്തോഷായി. റാമും സീത ഒരുമിച്ചാണെങ്കിൽ എന്തോ ഒരു നല്ല ഫീലിംഗാ. അപ്പൊ ഒരു ജീവിതത്തിൽ ഒരുമിച്ചാലോ? ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് എവർ. ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന എന്ത് ഹെൽപ്പിന് റെഡി. ഡൺ. ഹലോ. ഹായ് ഫ്രണ്ട്, സുഖാണോ? ഹായ് സീമോളെ. എവിടെയാണുള്ളത്? ഓഫീസിലാ? കൊറേ വർക്കുണ്ടോ? ഇല്ല മോളെ, ഞാൻ ഫ്രീയാ. പറ. എന്ത് പറ്റി ഫ്രണ്ട്? ഇപ്പോഴും സംസാരിക്കുമ്പോ വേദനയുണ്ടോ? ഇല്ല മോളെ, പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാൻ പറ്റാഞ്ഞതിന്റെ വേദനയാ. ശരി ഫ്രണ്ട്, ഞാൻ ഫോൺ വെക്കുവാ. നീ റെസ്റ്റ് എടുത്തോ. സീമോളെ, സംസാരിക്ക. ഞാനിപ്പോ നിന്നോട് സംസാരിച്ചാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മോളെ. എന്നാ പറ ഫ്രണ്ട്, എന്തിനാ നീ വിഷമിച്ചിരിക്കുന്നെ? എന്തോ ഞാൻ എൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മോളെ. ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ ഡൗട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം അമ്മയോട് പറയണം, സംസാരിക്കണം എന്നൊക്കെ തോന്നാറില്ലേ? മനസ്സിൽ വിഷമമുള്ളപ്പോൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം എന്നൊക്കെ തോന്നാറില്ലേ? സെയിം അതേ ഫീലിംഗ് എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് എനിക്കും അങ്ങനെ തോന്നാറുണ്ട് ഫ്രണ്ട്. സ്കൂളിലേക്ക് കളർ ഡ്രസ് ഇട്ടോണ്ട് പോകേണ്ട ദിവസം ഏത് ഡ്രസ് ഇടണോന്ന് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ സീതമ്മയോട് ചോദിക്കും. ഹോംവർക്ക് ചെയ്യുമ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സീതമ്മ, കളിക്കാൻ നേരത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സീതമ്മ. ഞാൻ എപ്പോഴും സീതമ്മ സീതമ്മ എന്ന് വിളിച്ചോണ്ടിരിക്കും. വിഷമം വരുമ്പോ ഞാൻ സീതമ്മയെ കെട്ടിപ്പിടിക്കും. അപ്പൊ എന്റെ എല്ലാ വിഷവും മാറും. നിനക്ക് അറ്റ്ലീസ്റ്റ് സീതമ്മയുണ്ടല്ലോ. പക്ഷെ എനിക്ക് ആരുമില്ല മോളെ. നിനക്ക് ഞാനുണ്ടല്ലോ ഫ്രണ്ട്. ഇപ്പൊ നിനക്ക് എന്ത് ഡൗട്ടാ വന്നത് ഫ്രണ്ട്?
എന്റെ ഫ്രണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ആൾ എന്റെ ഫ്രണ്ട് അല്ലാന്ന് ഞാൻ വളരെ വൈകിയാണ് മോളെ മനസ്സിലാക്കിയത്. ഞാനതെല്ലാം മറന്നതായിരുന്നു. പക്ഷെ അവരിപ്പോ തിരിച്ചു വന്നു മോളെ. ഇനി ഒരിക്കലും എനിക്ക് ആ പഴയ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോ ഓൾറെഡി ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എനിക്കത് മാത്രം മതി. കള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ആ ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ലേ ഫ്രണ്ട്? എന്താണെന്നോ ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് ഹേർട്ട് ചെയ്യില്ല, വിട്ടുപോവില്ല, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും, അറിയോ? അങ്ങനെയാ സീതമ്മ എപ്പോഴും പറയാറ്. അപ്പൊ ഇനി തൊട്ട് നീ ആരെയാണോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കാണുന്നത് അവരെപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ കണ്ണടച്ച് ദൈവത്തോട് ചോദിച്ചോ. ശിവനോട് എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയില്ല. സീതമ്മ പറഞ്ഞതാ. അവനോടിപ്പൊ കരയാൻ അല്ലല്ല ഇപ്പൊ എന്താ അത് കരയുന്ന? യു മീൻ കാര്യം പറയാ? അതന്നെ അത് ഈസിയാണത്രേ. ശിവ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കും അത്രേ. ഇന്ന് ശിവന്റെ അമ്പലത്തിലില്ലേ, നന്നായിട്ട് ഡെക്കറേഷൻ ഒക്കെ നടത്തി കാണും. അവിടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രസാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നീയും അങ്ങോട്ട് പോ ഫ്രണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ. നീ ഇപ്പൊ അമ്മയെ ഒരുപാട് മിസ് ചെയ്യില്ലേ ഫ്രണ്ട്? നീ അമ്പലത്തിലേക്ക് വെക്കോ. നിന്റെ അമ്മ ദൈവത്തിന്റെ അടുത്തേക്കല്ലേ പോയിരിക്കുന്നത്. അപ്പൊ അമ്മയെയും കാണാം, ദൈവത്തിനെയും കാണാം. ഞാൻ പോവാം മോളെ, ഞാൻ പോവാം. അയ്യോ, ഞാൻ നിന്നെ എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. ഇന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റില് നാടകം നടത്തുന്നുണ്ട്. ഭർത്തവാക്കണ്ടായ നാടകം. ഞാനാ നാർക്കണ്ടയാൻ. നീ കാണാൻ വാ പ്ലീസ്. വാവ്, നീ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ടോ? അതും സ്റ്റേജിൽ കയറി? സൂപ്പർ. ഐ വിൽ ഡെഫിനറ്റ്ലി സീ ഇറ്റ്. ഞാൻ വരും. ഓക്കെ ഫ്രണ്ട്, നീ ആദ്യം അമ്പലത്തിലേക്ക് പോയിട്ട് വാ. നീ വരുമ്പോ ഞാൻ മേക്കപ്പ് ഇട്ട് നിൽക്കുമായിരിക്കും. ഞാൻ ഫുൾ ബിസി ആയിരിക്കും ഫ്രണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കാൻ നിൽക്കല്ലേ. സോറി. ശരി മോളെ, ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫ്രണ്ട്. ഞാൻ പറഞ്ഞ പ്ലാൻ വർക്കൗട്ടായോ? എന്താ ഇപ്പൊ അവസ്ഥ? ഇല്ല മേമ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കില്ലെന്ന് തോന്നുന്നേ. വാട്ട് യു മീൻ? മേമ പറഞ്ഞ പോലെ തന്നെ ഞാൻ മൂവ് ചെയ്തേ. സീതയോട് പോയി ഞാൻ ഹെൽപ്പ് ചോദിച്ചു. അവളെ ഇമോഷണലി കബളിപ്പിക്കുകയും ചെയ്തു. ദാറ്റ്സ് ഗുഡ്. അത്രയും മതി. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ബട്ട് മേമ, ഇന്ന് ഇത്രയും നേരമായിട്ട് റാമിനെ എനിക്ക് കിട്ടിയിട്ടില്ല. അവന്റെ മുഖത്ത് എന്നോടുള്ള ദേഷ്യം മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. അതിനെ പ്രണയമാക്കി കൺവേർട്ട് ചെയ്യുന്നത് വരെ എനിക്ക് സമാധാനം ഇല്ല മേമ. എന്ന് കരുതി നീ അവന്റെ പുറകെ തന്നെ കറങ്ങാൻ നിൽക്കണ്ട. He'll get irritated. നിന്നോട് സ്നേഹം തോന്നുന്നതിന് പകരം വെറുപ്പായിരിക്കും തോന്നുന്നത്. അവൻ കാരണം നീ സഫർ ആവുന്നുണ്ടെന്ന് അവന് തോന്നണം. അത്രമാത്രം അവന് തോന്നിക്കഴിഞ്ഞാ അവനായിട്ട് നിന്റെ അടുത്ത് വന്നോളും. റിയലി? Just follow my instructions. ആദ്യം പ്രണയിക്കുന്ന പോലെ അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പൊ അവന്റെ മുന്നിൽ അഭിനയിച്ച് അവനെ പ്രണയിക്കണമെന്ന് പറയുന്നു. ഓക്കെ, റാമിനോടൊപ്പം ദേശായി ഗ്രൂപ്പ്സും കൂടി എന്റെ കയ്യിൽ വരുമെങ്കിൽ
Why not? We'll do whatever it takes.